എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹരിവാണി ജ്യോതിഷം ചാനലിൻ്റെ സംശയ നിവാരണം എന്ന വീഡിയോ പങ്ക്തിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം വിദേശവാസ യോഗത്തെക്കുറിച്ചാണ്. പലരും ഇന്നിപ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഭൂരിഭാഗം മലയാളികളായിട്ടുള്ള കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസവും ജോലിയുമെല്ലാം വിദേശത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹമായി മാറിയിരിക്കുകയാണ്. അത് നേരത്തെ കൂട്ടല്ല, ഗൾഫിലൊന്നുമല്ല, യൂറോപ്യൻ കൺട്രീസിൽ, അമേരിക്കൻ കൺട്രീസിൽ, UK അങ്ങനെ പല സ്ഥലത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പല മാതാപിതാക്കളും ധാരാളം സംശയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉന്നയിക്കാറുണ്ട്. ചിലർക്ക് വിദേശത്ത് പോകാൻ ശ്രമിച്ചിട്ട് തടസ്സങ്ങൾ നേരിടുന്നു എന്ന് പറയുന്നവരുണ്ട്. ഇനി വിദേശത്ത് പോയിട്ടും യാതൊരു തരത്തിലും രക്ഷപ്പെടാതെ പലതരം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ, അത്തരത്തിലുള്ളവരുടെ മാതാപിതാക്കൾ വിളിക്കാറുണ്ട്. വിദേശത്ത് പോകാൻ യോഗമുണ്ടോ എന്നിങ്ങനെ പലതരത്തിൽ സംശയങ്ങൾ ഉന്നയിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയുടെ വിഷയം വിദേശവാസയോഗവും ഗ്രഹനിലയും എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഗ്രഹനില, ഓരോരുത്തരുടെയും ഗ്രഹനില പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാൻ കഴിയും വിദേശത്താണോ സ്വദേശത്താണോ അവർക്ക് ജോലിയെന്നും, അല്ലെങ്കിൽ വിദേശവാസത്തിലൂടെയാണോ സ്വദേശവാസത്തിലൂടെയാണോ അവർക്ക് സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ വന്നു ചേരുന്നതെന്ന് കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ കഴിയും. ഈ വിദേശവാസ യോഗം ഒരാളുടെ ജാതകത്തിൽ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അവരുടെ ലഗ്നം ചരരാശിയിലായിരിക്കണം. പ്രധാനപ്പെട്ട ഒന്നാമത്തെ കണ്ടീഷൻ അതാണ്. രാശികൾ 3 തരത്തിലുണ്ട്: ചരം, സ്ഥിരം, ഉഭയം എന്നിങ്ങനെ. ചരരാശികളായിട്ടുള്ളവരെ സംബന്ധിച്ച് ചരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിക്കുന്നത്, സഞ്ചരിക്കുന്നത് എന്നൊക്കെയാണ് അർത്ഥം. സ്ഥിരരാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നിൽക്കുന്നതാണ്. ഉഭയരാശി എന്ന് പറയുന്നത് അവിടെയും ഇവിടെയുമായിട്ട് നിൽക്കുന്നതാണ്, വിദേശത്തും സ്വദേശത്തുമായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഈ 3 തരത്തിലുള്ള രാശികളുണ്ട്. അതിൽ ലഗ്നം അഥവാ 1-ാം ഭാവം ചരരാശിയായിട്ട് വരുന്ന ജാതകരെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് വിദേശയോഗവും വിദേശത്ത് ജോലി ചെയ്ത് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാനും ക്രമേണ വിദേശത്ത് കുടുംബസമേതം സെറ്റിൽഡ് ആകാനും യോഗമുള്ളത് ചരരാശിക്കാർക്കാണ്. ഏതൊക്കെയാണ് ഈ ചരരാശി എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മേടം, കർക്കിടകം, തുലാം, മകരം എന്നീ രാശികളാണ്. മേടം, കർക്കിടകം, തുലാം, മകരം എന്നീ 4 രാശികൾ ചരരാശികളാണ്. അപ്പം ചരരാശി ലഗ്നമായിട്ട് വരുന്ന ഒരു ജാതകനെയോ ജാതകയെയോ സംബന്ധിച്ചിടത്തോളം എല്ലാ രീതിയിലും വിദേശവാസ യോഗമുണ്ട്. വിദേശവാസ യോഗമുണ്ടെന്ന് മാത്രമല്ല, ക്രമേണ വിദേശത്ത് കുടുംബസമേതം സെറ്റിൽഡ് ആകാനും നാട്ടിൽ ഒരു വിസിറ്ററായി മാറാനും ഒക്കെ യോഗമുണ്ട്. അങ്ങനെയുള്ള ചരരാശിക്കാരായിട്ടുള്ള ജാതകർ സ്വദേശത്ത് നിന്ന് എന്തൊക്കെ ചെയ്താലും അവരെത്ര രീതിയിലുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും രക്ഷപ്പെടുന്നതായിരിക്കുകയില്ല എന്നുള്ളതും അറിയുക. ഇനി ഉഭയരാശിക്കാരെ കുറിച്ച് പറഞ്ഞു. ഉഭയരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിദേശത്തും സ്വദേശത്തുമായിട്ട് നിൽക്കാനാണ് യോഗം. അവർക്കും ഉഭയരാശിക്കാർക്കും വിദേശയോഗമുണ്ട്. എന്നാൽ കുറേ കാലം അവിടെയും കുറേ കാലം നാട്ടിലും, വിദേശത്തും നാട്ടിലുമായിട്ട് നിൽക്കാനാണ് ഉഭയരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം യോഗം ഉള്ളത്. ഇത് രാശിപ്രകാരമുള്ള യോഗത്തെക്കുറിച്ചാണ്. ഇനി ഗ്രഹനില പ്രകാരം ഒരു കാര്യവും കൂടി പറയണം. രാശിപ്രകാരമുള്ള യോഗമാണ് ഏറ്റവും പവർഫുള്ളായിട്ടുള്ളത്. ഗ്രഹനില പ്രകാരം ഒരു ജാതകൻ്റെയോ ജാതകയുടെയോ 12-ൽ ശനി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, 12-ാം ഭാവത്തിൽ, ലഗ്നാൽ 12-ാം ഭാവത്തിൽ ശനി നിൽക്കുകയാണെങ്കിൽ വിദേശവാസ യോഗം ഉള്ള ജാതകയാണ്.
ആണ്, ജാതകനോ ജാതകയോ ആണെന്ന് പറയേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ വീഡിയോ ഇത്തരത്തിൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിദേശവാസ യോഗം ഇല്ലാത്തവർ വിദേശ രാജ്യങ്ങളിൽ, ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്നത് ലക്ഷങ്ങൾ മുടക്കിയാണ്. ഈ ലക്ഷങ്ങൾ മുടക്കി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അത്തരം യോഗമില്ലാത്തവർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തൊഴിൽപരമായിട്ടൊന്നും രക്ഷപ്പെടാതെയും പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ധനനഷ്ടങ്ങളും ഒക്കെ ആയിട്ട് നാട്ടിൽ തിരിച്ചു വരേണ്ട സാഹചര്യങ്ങളുണ്ടാകും. അങ്ങനെ പലർക്കും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം ഓരോരുത്തരെയും ഇത്തരത്തിൽ വിദേശ ജോലിക്കോ വിദേശവാസത്തിനോ ഒക്കെ അയക്കേണ്ടത് എന്നുള്ളത് മാന്യ പ്രേക്ഷകർ മനസ്സിലാക്കുക. നിങ്ങളുടെ ജാതകം നല്ലൊരു ജ്യോതിഷിയെ കൊണ്ട് പരിശോധിപ്പിച്ച് നേരത്തെ പറഞ്ഞ രീതിയിൽ ചലരാശി ലഗ്നമായിട്ടോ ഉഭയരാശി ലഗ്നമായിട്ടോ ഒക്കെ വരികയാണെങ്കിൽ, ഉഭയരാശി എന്ന് പറയുന്നത് മിഥുനം, കന്നി, ധനു, മീനം എന്നീ രാശികളാണ്. അപ്പോൾ ഈ രാശികളോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സ്ഥിരരാശികളോ ചലരാശികളോ ലഗ്നമാണോ എന്ന് കൃത്യമായിട്ട് പരിശോധിച്ച് തീർച്ചപ്പെടുത്തിയിട്ട് വേണം ലക്ഷങ്ങളെല്ലാം മുടക്കി ഇവരെ വിദേശവാസത്തിനും വിദേശ ജോലിക്കൊക്കെ അയക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും, ഓൺലൈനായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നവർ നേരിട്ട് വിളിച്ചാൽ കിട്ടുന്നില്ലെങ്കിൽ വാട്സപ്പ് മുഖേന കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.